നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം പ്രശാന്ത്. ഈ പ്രിയങ്ക് ഖാർഗെ എന്ന മല്ലികാർജുൻ ഖാർഗെയുടെ മകൻ കർണാടകയുടെ ആഭ്യന്തരമന്ത്രിയാണ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നു, ഏത് നിമിഷവും സ്ഥാനം തെറിക്കാം, അല്ലേ? അതെ, രാജിവെച്ച് പോകേണ്ടി വരും. അപ്പോൾ കോടതിയുടെ ഒരു പരാമർശം പ്രിയങ്കിനെതിരെ വരികയാണെങ്കിൽ പ്രിയങ്കിന് പിന്നെ അവിടെ ആഭ്യന്തരമന്ത്രിയെ തുടരാൻ പിന്നൊരു ദാക്ഷിണ്യമില്ലാതെ എടുത്ത് പുറത്താക്കാനുള്ള ശിവകുമാറിനുള്ള അവസരം കൈവന്നിരിക്കും. ശിവകുമാറിന് മാത്രമല്ല, അത് ജനങ്ങളുടെ മുന്നിൽ ആൻസറബിൾ അല്ലേ, മറുപടി പറയേണ്ടി വരില്ലേ? അത് ഒരുപാട് സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ടാണ് ഒരു കേസിൽ പ്രതിയാകുക, അതിൽ കോടതിയിൽ നിന്ന് പ്രതികൂലമായ പരാമർശം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അത് ഏത് രാഷ്ട്രീയ നേതാവിൻ്റെയും അക്കൗണ്ടബിലിറ്റിയെ അത് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തെങ്കിൽ രാജിവെക്കുന്നതാണ് പിന്നെ ഏറ്റവും അഭികാമ്യം. പക്ഷെ അതവിടെ നിൽക്കട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇവിടെ പ്രിയങ്ക് ഖാർഗെ അതെന്തോ ചെയ്തോട്ടെ, അയാളുടെ സഹോദരനും പ്രിയങ്കും ചേർന്നുള്ള കുടുംബ ട്രസ്റ്റിൻ്റെ പേരിൽ സർക്കാർ ഭൂമി അടിച്ചെടുക്കുകയോ എയറോസ്പേസിൽ പോയി വിമാനം ഉണ്ടാക്കാനുള്ള ബിസിനസ് തുടങ്ങുകയോ എന്തോ ചെയ്തോട്ടെ. പക്ഷേ ഈ RSSൻ്റെ റൂട്ട് മാർച്ചൊക്കെ നടത്തണമെങ്കിൽ തൻ്റെ അനുമതി വേണമെന്ന് പറയാൻ മാത്രം കർണാടക ആഭ്യന്തരമന്ത്രി ആയോ? അതാണ് ചോദ്യം. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ എലിയെ പേടിച്ച് ഇല്ലം ചുടുന്ന മാതിരിയുള്ളൊരു പരിപാടിയാണിത്. ഇത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതിൻ്റെ ബാക്കിയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം പ്രിയങ്ക് ഖാർഗെ പറഞ്ഞിരിക്കുന്ന ഏറ്റവും ഒടുവിൽ വന്ന സ്റ്റേറ്റ്മെൻറ്റ്, ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം RSSന് റൂട്ട് മാർച്ച് മാത്രമല്ല, RSSൻ്റെ ഏത് പരിപാടി നടത്തണമെങ്കിലും മുൻകൂർ അനുമതി വേണം. ഒരു രണ്ട് തരത്തിൽ നമുക്കതിനെ കാണാം. ഇപ്പോൾ ഉദാഹരണത്തിന് RSS 6 ഉത്സവങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. അതിൽ RSSൻ്റെ സ്വയംസേവകർ മാത്രമല്ല, പൊതുജനങ്ങളും ഒക്കെ പങ്കെടുക്കും. ഇപ്പോൾ ഗുരുദക്ഷിണ RSSൻ്റെ ഒരു ഉത്സവമാണ്. ആ ഗുരുദക്ഷിണയിൽ ആ പ്രദേശത്ത് എവിടെയാണോ ശാഖ നടക്കുന്നത് ആ പ്രദേശത്ത് RSSകാർ മാത്രമല്ല, RSS സ്വയംസേവകരുടെ കുടുംബാംഗങ്ങൾ പങ്കെടുക്കും, അമ്മമാർ പങ്കെടുക്കും, ആ പ്രദേശത്തുള്ള ജനങ്ങളൊക്കെ പങ്കെടുക്കും. അവരൊരു ഗുരുദക്ഷിണ കൊടുക്കുകയാണ്. RSSനെ ഒരു ഗുരുവായി കണ്ട്, ധർമ്മധ്വജത്തെ ഒരു ഗുരുവായി കണ്ട്, ഈ സംഘടനയെ ഒരു ഗുരുസ്ഥാനത്ത് കണ്ടുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരൊരു ഗുരുദക്ഷിണ സമർപ്പിക്കാറുണ്ട്. നമ്മൾ ആരെങ്കിലും അമ്പലത്തിൽ പോയി പിന്നെ തന്ത്രിക്ക് അല്ലെങ്കിൽ പുരോഹിതന് ദക്ഷിണ കൊടുക്കാറുണ്ട്, കാണിക്ക ഇടാറുണ്ട്, അല്ലേ? നമ്മൾ അതിന് വല്ല കണക്കും വെക്കാറുണ്ടോ? നമ്മൾ രാജേഷ് ഇന്ന് ശ്രീകണ്ഠേശ്വര അമ്പലത്തിൽ വന്ന് അല്ലെങ്കിൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്ന് 501 രൂപ ഇവിടെ കാണിക്കപ്പണമായിട്ടു എന്ന രാജേഷും പറയാറില്ല, അമ്പലത്തിൽ ആരും പറയാറില്ല. പ്രിയങ്ക് ഖാർഗെയുടെ മനസ്സിലിരിപ്പ് വെച്ചിട്ട് അയാൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരികയോ ശബരിമലയിൽ ഇരുമുടി കെട്ടുമേന്തി ദർശനത്തിന് ചെല്ലുകയോ ചെയ്താൽ 500 രൂപ അവിടെ കൊടുത്തിട്ട് വിളിച്ചു പറയും, അല്ല റെസീറ്റ് എനിക്ക് റെസീറ്റ് തരൂ, ഞാൻ ഇങ്ങനെയാണ് കർണാടക. അല്ല, ഇത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെ ഗുരുദക്ഷിണ. അപ്പോൾ അതുപോലെ സംഘത്തിൻ്റെ ജന്മദിവസമാണ് ഈ വിജയദശമി. വിജയദശമി ആണ് ഡോക്ടർ ജി, അതായത് കേശവ ബലിറാം ഹെഡ്ഗേവാർ എന്ന ഡോക്ടർ ജി സംഘം സ്ഥാപിക്കുന്നതെന്നാണ് നമ്മളൊക്കെ ചരിത്രത്തിൽ നിന്നും പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അവർ അന്ന് വിജയദശമി എന്ന് പറഞ്ഞ് തന്നെ അവർ ആഘോഷിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് റൂട്ട് മാർച്ച് നടത്താറുണ്ട്. പിന്നെ അതുപോലെ RSSൻ്റെ ക്യാമ്പുകൾ നടക്കാറുണ്ട്. അത് ഏതെങ്കിലും സ്കൂളിൽ വെച്ച് ITC ക്യാമ്പുകൾ. ഈ ITC ക്യാമ്പുകൾ, OTC ഒക്കെ വളരെ വിപുലമായ രീതിയിലാണ്. അത് ഉത്തരേന്ത്യയിലോ മറ്റേതെങ്കിലും സ്റ്റേറ്റിൽ വെച്ചോ ഒക്കെ ആയിരിക്കും. കേരളത്തിൽ വെച്ച് നടന്നിട്ടുണ്ട് OTC. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ സമാപന ദിവസം ഒരു റൂട്ട് മാർച്ച് നടത്തും അവർ. അതിനവർ പറയുന്നത് പഥസഞ്ചലനം എന്നാണ്. അതായത് പഥം വച്ച് അടിവച്ച് അവരൊരു അച്ചടക്കത്തോടു കൂടി സഞ്ചരിച്ചു പോവുക. ഇത് ഇപ്പോൾ ഈ ഗുരുദക്ഷിണ പോലെയുള്ള പരിപാടികൾ അങ്ങനെ മുൻകൂട്ടി അനുമതി വാങ്ങിക്കാറില്ല ഒരിടത്തും. അതിനൊന്നും പോലീസിൻ്റെ അടുത്ത് അവർ ശാഖ നടക്കുന്നിടത്ത് പിന്നെ പോകുന്നു. എന്തായാലും ശാഖയൊന്നും ഈ രാജ്യത്ത് നിരോധിച്ചിട്ടില്ല. അപ്പോൾ ശാഖ നടക്കുന്നിടത്ത് എല്ലാവരും ഒത്തുകൂടുന്നു, അവരവരെ ആഘോഷിച്ച് വീടുകളിൽ മടങ്ങും. 10 വർഷം കേരളത്തിലെ പിണറായി സർക്കാർ നടന്നിട്ടില്ല. അല്ല, മുമ്പ് ഇന്ദിരാഗാന്ധി വിചാരിച്ചിട്ട് നടന്നില്ല, നെഹ്റു വിചാരിച്ചിട്ട് നടന്നില്ല. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വിജയദശമിക്ക് മുമ്പ്, വിജയദശമിയോടനുബന്ധിച്ച് പഥസഞ്ചലനം നടത്തുന്നു. വളരെ നേരത്തെ തന്നെ RSS അത് പ്രഖ്യാപിക്കും.
ഇന്ന ദിവസം വിജയദശമിയാണ്, അന്ന് ഞങ്ങളുടെ പഥസഞ്ചലനം ഉണ്ടാകും, അനുമതിയും വാങ്ങും. എന്നിട്ട് പോലീസിൻ്റെ അനുമതിയും വാങ്ങും. കാരണം ഇത് റോഡ് ബ്ലോക്ക് ചെയ്ത് പോകാൻ പാടില്ലല്ലോ, സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്താൻ പാടില്ല. ഇപ്പോൾ എത്രയോ തിരുവനന്തപുരത്ത് എത്രയോ പഥസഞ്ചലനം നമ്മൾ കണ്ടിരിക്കുന്നു. വണ്ടികളൊക്കെ അതിൻ്റെ പാട്ടിന് പോവും, ഒരറ്റത്തു കൂടെ മാർച്ച് ചെയ്ത് ഒരു ഗഡയായിട്ട് മാർച്ച് ചെയ്ത് അങ്ങനെ പോവും. പിന്നെ അതുപോലെ തന്നെ ക്യാമ്പുകൾ, തീർച്ചയായിട്ടും ക്യാമ്പുകൾ മുൻകൂട്ടി അനുവാദം വാങ്ങാതെ ക്യാമ്പ് നടത്താൻ പറ്റില്ലല്ലോ. പറ്റില്ല. അപ്പോൾ എവിടെ ക്യാമ്പ്, ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേ നിയമമല്ലേ, ഇന്ത്യയിൽ എവിടെ RSS ക്യാമ്പ് നടത്തിയാലും മുൻകൂർ ആരിൽ നിന്നാണോ അനുമതി വാങ്ങേണ്ടത് അവരിൽ നിന്ന് അനുമതി വാങ്ങി ക്യാമ്പ് നടത്തും. ക്യാമ്പിൻ്റെ സമാപന ദിവസം റൂട്ട് മാർച്ചും പൊതുസമ്മേളനവും ഉണ്ടാവും. അപ്പോൾ അത് റൂട്ട് മാർച്ച്, യോഗാഭ്യാസ പ്രകടനം, ശാരീരിക പ്രകടനം ഇതൊക്കെ ഉണ്ടാവും. അതെല്ലാം മുൻകൂട്ടി അനുമതി വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് ഒരു പുതിയ കാര്യമല്ല. പിന്നെ എന്തിനാണ് ഈ പ്രിയങ്ക ഖാർഗെ ഇങ്ങനെ കയറ് പൊട്ടിക്കണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇത് ഒരു സാധാരണ കയറ് പൊട്ടിക്കലല്ല. എന്ന് വെച്ചാൽ ഞാൻ ഒരു കടുത്ത RSS വിരുദ്ധനാണ് എന്ന് ആരെയൊക്കെയോ ബോധ്യപ്പെടുത്തണം. അല്ല, അത് നേട്ടം, പ്രിയങ്ക ഖാർഗെ അതിൽ നിന്ന് ചില നേട്ടങ്ങൾ ഉദ്ദേശിക്കുന്നു. എന്താണ് കാര്യം? ഇപ്പോൾ RSSുമായിട്ടൊരു ഡിഫമേഷൻ കേസ്, RSSൻ്റെ ഒരു സ്വയം സേവകൻ കൊടുത്ത കേസിൽ ഇദ്ദേഹം പ്രതിയാണ്, ഇദ്ദേഹം സഹോദരനും ഒക്കെ പ്രതിയാണ്. അപ്പോൾ പ്രിയങ്ക ഖാർഗെ ആ കേസിൽ ശിക്ഷിച്ചു എന്നിരിക്കട്ടെ, പറയാമല്ലോ. അത് നരേന്ദ്രമോദി ഒക്കെ കൂടെ ചേർന്ന് എന്നെ കോടതിയൊക്കെ സ്വാധീനിച്ചു, അങ്ങനെ വേണമെങ്കിലും പറയും. ഇവർ ഈ പൊതുവേ രാഷ്ട്രീയക്കാർക്ക് നാക്കിന് എല്ലില്ല, അതിൽ പൊതുവേ രാഷ്ട്രീയക്കാർക്ക് വളവള വർത്തമാനം പറയാൻ ഒരു മടിയുമില്ല. അവരെന്തും വിളിച്ചു പറയും. നോക്കൂ, കോടതികളെ അപകീർത്തിപ്പെടുത്തുന്ന എത്രയോ സ്റ്റേറ്റ്മെൻറ്റുകൾ രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവരിതൊക്കെ പറയും. ബൂർഷ്വാ കോടതികളെന്ന് കോടതികളെ വിളിച്ചിട്ടില്ലേ രാഷ്ട്രീയക്കാർ, കമ്മ്യൂണിസ്റ്റുകാർ? അപ്പോൾ അതൊക്കെ അവർ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണ്. ഞാൻ RSS വിരുദ്ധനായതുകൊണ്ട് എന്നെ RSSൻ്റെ ശക്തമായ സമ്മർദ്ദത്തിന് വഴങ്ങി എന്നെ ശിക്ഷിച്ചു, എനിക്കെതിരെ മാനനഷ്ട കേസിൽ എന്നെ ശിക്ഷിച്ചു എന്ന് പറയാം. ഒരു 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 തലയൂരാൻ ഇതിൽ നിന്നൊന്ന് ഊരി എടുക്കണമല്ലോ, അതിനുള്ളൊരു പണിയാണ്. 2, DK ശിവകുമാർ എല്ലാവർക്കും അറിയാം, അദ്ദേഹം ചെറുപ്പത്തിൽ ശാഖയിൽ പോയിരുന്ന ആളാണ്, RSSൻ്റെ സ്വയം സേവകനായിരുന്നു. പിന്നീട് കോൺഗ്രസ്സിൽ വന്നു. അതിപ്പോൾ നമുക്കെന്താ, RSSകാർ ഒരുപാട് പേര് വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. പണ്ട് നമ്മുടെ RSSൻ്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഡൽഹിയിൽ ഒരു പ്രഭാഷണം നടത്തുമ്പോൾ ഒരു 3 ദിവസത്തെ ഇൻറ്ററാക്ഷനാണ്. ഈ പത്രക്കാരും ഒക്കെ ഉണ്ട്, സെലക്റ്റഡ് ഗസ്റ്റാണ്. അപ്പോൾ അതിൽ ഒരു പത്രക്കാരൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് RSS ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം ഓർഗനൈസിങ് സെക്രട്ടറിമാരെ നൽകുന്നു? BJPയുടെ ഓർഗനൈസിങ് സെക്രട്ടറിമാർ, അത് നാഷണൽ ആയാലും സ്റ്റേറ്റ് ആയാലും RSS പ്രചാരകന്മാരാണ് വരുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ ഒരു ഇതിന് മാത്രം കൊടുക്കുന്നു? അപ്പോൾ സർസംഘചാലക് ചിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി, ബാക്കി ആരും ചോദിക്കുന്നില്ല, ബാക്കി ചോദിച്ചാൽ ഞങ്ങളപ്പോൾ പരിഗണിക്കും, അവർക്ക് വേണമെങ്കിലും ഞങ്ങൾ കൊടുക്കുന്ന കാര്യം ആലോചിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് വളരെ രസകരമാണ് ഈ മറുപടി. അപ്പോൾ അതുകൊണ്ട് RSSകാർ, കോൺഗ്രസ്, ഇപ്പം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പഴയ RSSൻ്റെ ചുമതല ഉണ്ടായിരുന്ന ആളാണ്, RSSൻ്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ആളാണ്. DK ശിവകുമാർ, അങ്ങനെ പലരും ഇന്ന് കേരളത്തിലെ കോൺഗ്രസ്സുകാരിൽ പലരും, കമ്മ്യൂണിസ്റ്റുകാരിൽ പലരും ഒക്കെ RSSലൂടെ വളർന്നു വന്നിട്ട് പിന്നീട് പാർട്ടി തിരഞ്ഞെടുത്ത് പോയവരാണ്. അപ്പോൾ അവരെയൊന്നും RSS വേണ്ടെന്നൊന്നും പറഞ്ഞ് ആരെയും പിടിച്ചു വെക്കാനോ ഈ പോയവരെ പുറകെ പോയി 51 വെട്ടി കൊല്ലാനോ ഒന്നും പോയതായിട്ട് നമ്മുടെ ചരിത്രത്തിലെങ്ങും ഇല്ല. അങ്ങനെയുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് നോക്കാം, പരിശോധിക്കാം. പക്ഷേ എൻ്റെ അറിവിൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് RSSൻ്റെ ഭാഗമായിരുന്നിട്ട് RSS വെടിഞ്ഞ് പിന്നെ വേറൊരു പാർട്ടിയിൽ പ്രവർത്തിക്കാൻ പോയതിന് അയാളെ കൊലപ്പെടുത്തിയ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തതായിട്ട് എനിക്കറിയില്ല. ഈ പ്രാദേശികമായിട്ട് ചില തർക്കങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ CPM ഒക്കെ ചെയ്യുന്നത് പോലെ പാർട്ടി വിട്ടാൽ 51 വെട്ടി കൊല്ലും. അത് നീ RSSൽ പോയാലും കോൺഗ്രസ്സിൽ പോയാലും വേറെ പുതിയ പാർട്ടി ഉണ്ടാക്കിയാലും ഒക്കെ ശരി. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത മുഹമ്മദ് ഫസലിൻ്റെ കാര്യം അങ്ങനെയാണ്. DYFI പ്രവർത്തകനായിരുന്ന ഫസൽ അത് വിട്ടിട്ട് CPM വിട്ടിട്ട് പിന്നെ NDFൽ ചേർന്നു, NDFൻ്റെ പത്രത്തിൻ്റെ ഏജൻ്റായി. അപ്പോൾ പിന്നെ വർഗവഞ്ചകനാണ്, കൊലപ്പെടുത്തുകയേ ഉള്ളൂ, ശിക്ഷ ക്യാപിറ്റൽ പണിഷ്മെൻ്റാണ്. അതാണ് CPM ചെയ്യുന്നത്. പക്ഷെ അതുപോലെ RSS ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല കേട്ടോ. ഉണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തന്നാൽ കൊള്ളാം.
എനിക്കറിയില്ല. അങ്ങനെ RSS നിന്നും അങ്ങനെ അധികം പേര് അങ്ങനെ ഒന്നുകിൽ പ്രവർത്തനം മതിയാക്കി വീട്ടിലിരിക്കും. എന്നല്ലാതെ അല്ലാതെ പാർട്ടിയിൽ പോയവരുണ്ട് കേട്ടോ. കോൺഗ്രസിൽ ചുരുക്കമാണ്. കോൺഗ്രസിലും CPM-ലും ഒക്കെ അത് ഇവിടെ നിൽക്കാനുള്ള മനസ്സില്ലാതാവുമ്പോഴാണ് മനസ്സില്ലാതാവും. ഇവിടെ നിൽക്കളില്ലാത്ത അല്ല, അതിന് ആഭ്യന്തരവും ബാഹ്യവുമായ പല സമ്മർദ്ദങ്ങളുണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് പോകുന്നവരാണ്. അത് പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല, അതൊക്കെ രാഷ്ട്രീയമാണ്. RSS ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. അപ്പം ഇവിടെ പ്രിയങ്ക് ഖാർഗെയ്ക്ക് നിരന്തരം ഒരു ശത്രു വേണം. പുള്ളി ഈ പറയുന്നത് പോലെ ഈ ബാലി എന്ന് പറഞ്ഞ നമ്മുടെ രാമായണത്തിലെ ഒരു ഇതിഹാസ പുരുഷനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഈ ബാലിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്ന അത്രേ, എതിരാളിയുടെ പകുതി ബലം കൂടെ ബാലിക്ക് കിട്ടും. അപ്പോൾ ബാലി കൂടുതൽ ശക്തനായി. അത് അറിയാവുന്നത് സുഗ്രീവനും ഹനുമാനും അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഹനുമാനും ബാലിയും തമ്മിൽ ഒരിക്കലും ഏറ്റുമുട്ടലില്ല. ഈ ഹനുമാനെ ബാലി എതിർക്കാൻ പോകത്തില്ല. ഹനുമാന്റെ രഹസ്യം എന്താണെന്ന് ബാലിക്ക് അറിയാം, ബാലിയുടെ രഹസ്യം എന്താണെന്ന് ഹനുമാനും അറിയാം. സുഗ്രീവൻ ഗതികെട്ടാണ് ബാലിയുടെ അടുത്ത് യുദ്ധത്തിന് പോയത്. അപ്പോൾ ഇവിടെ ഈ RSSന്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. അതിൻ്റെ എതിരാളികളുടെ ബലം, പകുതി ബലം കൂടി RSSന് കിട്ടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞതല്ല. RSSനെ എതിർക്കാൻ പോയവരെല്ലാം അവസാനം RSSന്റെ ഭാഗമാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒരുപാട് പേരെ, ഞാനിപ്പോൾ ഒന്നും ഉദാഹരിക്കുന്നില്ല ഇവിടെ. അത് എന്തോ RSSന്റെ ഒരു പ്രത്യേകതയായിരിക്കും അത്. ഈ RSSനെ കുറിച്ച് പഠിക്കാൻ CPM-കാർ തന്നെ പലരെയും RSSലേക്ക് വിട്ടു. പിന്നെ ആദ്യമൊക്കെ എല്ലാ ദിവസവും റിപ്പോർട്ട് ചെയ്യും, പിന്നെ അത് ആഴ്ചയിലൊരിക്കലായി, പിന്നെ അത് മാസത്തിലൊരിക്കലായി, പിന്നെ അവരെ കാണാനേ ഇല്ല. അങ്ങനെ പോയി RSSന്റെ സമുന്നതരായ നേതാക്കളായി മാറിയ ആൾക്കാരുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവരെല്ലാം CPM എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് നമുക്കറിയാം. ജീവിക്കുന്ന രക്തസാക്ഷികളുണ്ട് ആ കാര്യത്തിന്. ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ പ്രിയങ്ക് ഖാർഗെ ഈ അനാവശ്യമായൊരു മൽപ്പിടുത്തത്തിന് പോവുകയാണ്. ഈ ശത്രു ആരാണെന്ന് അറിഞ്ഞിട്ട് വേണം യുദ്ധം ചെയ്യാൻ, അല്ലേ? മറ്റേ ചില പൗരാണികമായ ചൊല്ലുകളുണ്ട്. ഈ ബലവാനോട് സന്ധിയാണ് നല്ലത്. അപ്പോൾ തന്നെക്കാൾ ബലവാനോട് വളരെ സൂക്ഷിച്ച് യുദ്ധം ചെയ്യാവൂ. അത്രയും ബലം ആർജിച്ചിട്ട് വേണം അവനോട് യുദ്ധം ചെയ്യാൻ. അല്ലാത്തത് നമുക്കറിയാം ഇന്ന് കോൺഗ്രസ്സിന് എത്ര ബലമുണ്ടെന്നും അതിൻ്റെ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയ്ക്ക് എത്ര ബലമുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ മകൻ പ്രിയങ്ക് ഖാർഗെയ്ക്ക് എന്ത് ബലമുണ്ടെന്നും ഒക്കെ ഇന്ന് മാലോകർക്കറിയാം. മാലോകരാരും മണ്ടന്മാരൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ശത്രുവിനെ അറിഞ്ഞ് കളിക്കാൻ പോവുക എന്നുള്ളതാണ് ഇതിനകത്ത് ആദ്യം പറയാനുള്ളത്. പിന്നെ 2, ഇദ്ദേഹത്തിന് പല രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. DK ശിവകുമാർ ഒരു പഴയ RSSകാരൻ എന്നതിലുപരി കർണാടക ജാതി രാഷ്ട്രീയത്തെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ അറിയുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ സമർത്ഥമായിട്ട് ഇത് നേരിടുന്നു. അവിടുത്തെ BJP-യെ, ജനതാദളിനെ ഒക്കെ അദ്ദേഹം നേരിടുന്നുണ്ട്. അത് രാഷ്ട്രീയമാണ്. അപ്പോൾ ഒരു തുടർ ഭരണം DK ശിവകുമാറിന് കിട്ടുമോ എന്ന് കോൺഗ്രസ്സിന് തന്നെ ഒരു ഭയമുണ്ട്. അങ്ങനെ കിട്ടിയാൽ DK ശിവകുമാർ അതിശക്തനാകും. പിന്നെ ഇവർക്ക് ആർക്കും അതിനകത്ത് യാതൊരു വോയിസും ഇല്ല. സിദ്ധരാമയ്യയ്ക്കോ ഇവർക്കൊന്നുമില്ല. അതുകൊണ്ട് DK ശിവകുമാറിന് പാരവയ്ക്കുക. DK ശിവകുമാറിൻ്റെ പിന്നെ എന്താ പറയുക, മേന്മകളെ മോശപ്പെടുത്തി കാണിക്കുക. അതിന് അപ്പുറത്ത് RSSനെ ചൊറിഞ്ഞു കൊടുത്താൽ RSSും BJP-യും അതിശക്തമായിട്ട് ഇതിനെതിരെ രംഗത്ത് വരും. മാത്രമല്ല RSSനെ അവിടെ ചൊറിയാൻ ചെന്നാൽ അവിടുത്തെ സന്യാസി സമൂഹം കർണാടകയിലെ ഇളകും. അവരും RSSുമായിട്ട് വളരെ നല്ല ബന്ധമാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ലിംഗായത്തുകാരും ഒക്കലിംഗരും ഒക്കെ എതിരാകും, ജാതി സംഘടനകളും ഒക്കെ എതിരാകും. അപ്പോൾ ഇത് കോൺഗ്രസിൻ്റെ ഒരു നയമാണ്. പാളയത്തിൽ പട എന്നാണ് അതിന് പറയുന്നത്. ആ പാളയത്തിൽ പടയാണ് പ്രിയങ്ക് ഖാർഗെ ഇപ്പോൾ പയറ്റുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണുകയേ നിർവാഹമുള്ളൂ. കർണാടകയിലെ കോൺഗ്രസിൻ്റെ ഭാവി എന്തായിത്തീരും, അതിലുപരി പ്രിയങ്ക് ഖാർഗെയുടെ ഭാവി എന്തായിത്തീരും. പ്രിയങ്ക് ഖാർഗെ ഈ മാനനഷ്ട കേസിൽ തീർച്ചയായിട്ടും RSSന്റെ മുന്നിൽ, അതായത് RSSനെ പരമാവധി പ്രകോപിപ്പിക്കുകയാണ്. നിങ്ങൾ എനിക്കെതിരെ ഇത് ചെയ്യണം, അതൊരു എരവാദമാക്കി മാറ്റുക. അങ്ങനെ കർണാടക കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് കയറി വരിക. സിദ്ധരാമയ്യയൊക്കെ തട്ടിക്കളഞ്ഞ് ഈ DK ശിവകുമാർ മുഖ്യമന്ത്രിയാണ്, പക്ഷേ കർണാടക കോൺഗ്രസ് പാർട്ടിയുടെ തലപ്പത്തേക്ക് വരിക. അങ്ങനെ വന്നുകൊണ്ട് കർണാടക കോൺഗ്രസിനെ മൊത്തത്തിൽ പിടിക്കുക. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ രീതികൾ. അദ്ദേഹത്തിൻ്റെ ബുദ്ധി അങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും RSSനെ പരമാവധി ചൊറിഞ്ഞ് RSS ആ മാനനഷ്ട കേസ് കടുപ്പിച്ച് അതിൽ ശിക്ഷിക്കപ്പെടണം. അങ്ങനെ ശിക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ എരവാദം മുഴക്കി രക്തസാക്ഷി പരിവേഷത്തോടുകൂടി ഞാൻ കർണാടകയിലെ ന്യൂനപക്ഷങ്ങൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, അതുപോലെ പട്ടികജാതിക്കാർ, ഇവരൊക്കെ അടുത്ത്
ഞാൻ പിന്നെ പ്രിയങ്ക ഖാർഗെ ഇങ്ങനെ വോട്ട് യാചിച്ച് വരും, പിന്തുണ യാചിച്ച് വരും, അതിലൂടെ അതൊരു വോട്ട് ബാങ്കാക്കി വെച്ചുകൊണ്ട് കളിക്കാം. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. പക്ഷേ ഇത് എത്ര കണ്ട് വിജയിക്കും എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഇതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. രാഷ്ട്രീയത്തിൽ ഈ പറഞ്ഞതുപോലെ ഒന്നും ചേർന്നാൽ 2 അല്ല, അത് 11 വേണമെങ്കിലും ആകാം എന്ന് പറഞ്ഞതുപോലെ പ്രിയങ്ക ഖാർഗെ ഈ വെളുക്കാൻ തേച്ചത് പാണ്ടായി മാറാതിരുന്നാൽ അദ്ദേഹത്തിന് നല്ലത്. ഈ ചുമ്മാതിരിക്കുന്ന ഇടത്ത് ചുണ്ണാമ്പ് തേച്ച് പൊള്ളിക്കുന്ന രീതിയുണ്ടല്ലോ, അതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ബുദ്ധി അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ. ഇല്ലെങ്കിൽ അച്ഛൻ ഖാർഗെ മകൻ ഖാർഗെയെ ഉപദേശിക്കുക. ഡൽഹിയിൽ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. അതിനി കർണാടകത്തിലും വരാതെ പാർട്ടിയെ സംരക്ഷിക്കേണ്ട ചുമതല അദ്ദേഹത്തിനുണ്ട്. അതല്ലാതെ മറ്റൊന്നും ഈ വിഷയത്തിൽ പറയാനില്ല.